വെൽക്കം ടു ബിന്ദു ചിത്തിര. ഇന്നത്തെ വ്ളോഗിൽ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള റുട്ടീനാണ് കാണിക്കുന്നത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ, ചെറിയ ക്ലീനിങ്, പിന്നെ ലഞ്ച് പ്രിപ്പറേഷൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ രാവിലെ 4 മണിക്കാണ് ഞാൻ എഴുന്നേൽക്കാറുള്ളത്. 4 മണിക്ക് എഴുന്നേറ്റാൽ ഒന്ന് ഫ്രഷായി പിന്നെ ആദ്യം ചെയ്യുന്നത് ഒരു ചായ ഇട്ട് കുടിക്കും. അത് മസ്റ്റാണ്. എൻ്റെ രാവിലെ ഒരു ഡേ തുടങ്ങുന്നത് അങ്ങനെയാണ്, ചായ ഇട്ടിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയും സാമ്പാറുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ, അപ്പോൾ പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഇടണം. ചായ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1/4 ഗ്ലാസ് പാലും 3/4 ഗ്ലാസ് വെള്ളവും, അതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ ചായ ഇട്ട് അതിന് ശേഷം സാമ്പാറിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കും. അതിനുള്ള വെജിറ്റബിൾസൊക്കെ എന്തൊക്കെയാണ് അതെല്ലാം അവിടെ എടുത്തു വെക്കും. എന്നിട്ട് ഈ ചായയായിട്ട് ഞാൻ ഹോളിൽ വന്ന് ഒരു 10 മിനിറ്റ് എടുക്കും ഈ ചായ കുടിക്കാൻ. ആ സമയത്ത് TV ഓൺ ചെയ്ത് എന്തെങ്കിലും ഭക്തിഗാനങ്ങളോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമാണ് കേൾക്കാറ്. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കും. അത് കഴിഞ്ഞ് അതിനിടയിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞിടുന്നതൊക്കെ ആ സമയത്തായിരിക്കും. അതിന് ശേഷമാണ് പിന്നെ കിച്ചണിലടുത്ത പരിപാടിയെല്ലാം തുടങ്ങുന്നത്. രാവിലെ ഒരു ഗ്ലാസ് ചായ ആയിട്ടാണ് തുടങ്ങുന്നതെങ്കിലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുന്നതിനുള്ളിൽ ഒരു 5 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കും. സാധാരണ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിക്കാറ്. അതായത് കിച്ചണിലെ എല്ലാ ജോലികളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം. പക്ഷേ ഇപ്പം ഞാനൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. അതായത് ഈ കർക്കിടകം 1-ാം തീയതി മുതൽ 5:30-ക്കോ 5 മണിക്കോ അല്ലെങ്കിൽ 5:30-ക്കോ ഉള്ളിൽ കുളിച്ചിരിക്കണം. ബാക്കി പണി എന്നിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പം 2 ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജോലിയുടെ ഇടയിൽ ആ സമയത്ത് കുറച്ച് തിരക്കായിട്ട് കുളിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും, കാരണം അതൊരു ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നേരത്തെ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് രാവിലെ ഇരിക്കുക എന്ന് പറയുമ്പോൾ വളരെ ഒരു പോസിറ്റീവ് ഒരു എനർജി ആയിട്ടാണ്, കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഈ നേരത്തെ എഴുന്നേൽക്കുന്നത്, അതായത് സാധാരണ എഴുന്നേൽക്കുന്നതിലും അല്പം നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മൾ ജോലികളെല്ലാം ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവർ പോകുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ എല്ലാം തീർത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലൊരു മാറ്റമാണത്. നമ്മളെ തന്നെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റും. ഞാൻ ഇഡ്ഡലിത്തട്ടിൽ ഇഡ്ഡലിയൊക്കെ കോരി ഒഴിച്ച് വെച്ച് അതിന് ശേഷം സാമ്പാർ വെക്കാനായിട്ട് പോയിണം. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി ക്ലീൻ ചെയ്ത് അതുപോലെ പരിപ്പ് കഴുകി കുക്കറിലാണ് വെക്കുന്നത്. പ്രഷർ കുക്കറിൽ പരിപ്പും ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഒരു 3 വിസിലൊക്കെ മതിയാവും, റെഡി ആയിട്ടുണ്ടാവും. വിസിൽ വരുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് അടിച്ചു വാരും. തലേദിവസം വൈകിട്ട് അടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അത്ര വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൂത്ത് വാരാൻ പറ്റും. അപ്പം സാമ്പാറിൻ്റെ ബാക്കി പണി എന്ന് പറഞ്ഞാൽ തക്കാളി ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിൽ തക്കാളി അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് പൊടികളെല്ലാം ഇടും. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, കായം അതെല്ലാം ഇട്ട് മൂപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അത് കുക്കറിലേക്ക് ഒഴിക്കും. പിന്നെ പുളി പിഴിഞ്ഞത് ഒഴിക്കും. എന്നിട്ട് കുക്കറിൽ അതൊന്നുകൂടെ തിളച്ച് വരുമ്പോൾ മല്ലിയിലയും തൂവിക്കഴിഞ്ഞാൽ സാമ്പാർ റെഡി. സാമ്പാറിൽ കുറച്ച് ശർക്കര ഇടും കേട്ടോ. ഇപ്പോൾ സമയം 5:15 അപ്പോൾ ഞാൻ കുളിക്കാൻ പോയി. 5:30 ആയപ്പോഴേക്കും കുളിച്ച് വന്നു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് വിളക്ക് വയ്ക്കലാണ്. അപ്പോൾ അത് ചെയ്തു.
കിച്ചണിലെ ജോലികൾ ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് തുണി കഴുകാനിട്ടിരുന്നു വാഷിംഗ് മെഷീനിൽ. അപ്പോൾ നമ്മുടെ പണി നടക്കുമ്പം തുണി അവിടെ അലക്കിക്കോളുമല്ലോ. അതിന് പ്രത്യേകിച്ചൊരു സമയം കണ്ടെത്തേണ്ടല്ലോ. നമ്മുടെ ജോലി കഴിയുമ്പോഴേക്കും അതും റെഡി ആയിരിക്കും. അപ്പോൾ ഞാൻ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ തുണിയെല്ലാം എടുത്ത് വിരിച്ചിടുകയാണ്. പിന്നെ ഒരു പണിയും കൂടി ബാക്കിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പണിയിൽ ചട്നി ഉണ്ടാക്കില്ല. അതത്ര നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് സാമ്പാറായാൽ മതി. പക്ഷേ ചട്നി അല്ലെങ്കിൽ പപ്പടം നിർബന്ധമുള്ളത് എനിക്കാണ്. സാമ്പാറിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ പപ്പടം വേണം, അല്ലെങ്കിൽ ചട്നി. അപ്പോൾ അത് റെഡിയാക്കിയാണ്. എളുപ്പം കഴിയുമല്ലോ. തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് പുളിയെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് അതൊന്ന് താളിച്ചെടുക്കുകയാണ്. എണ്ണ ചൂടായാലേ കടുക് പൊട്ടുള്ളൂ. അതിൻ്റേതായ സമയം വേണമല്ലോ. പക്ഷെ എനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ ഒരു കടുകൊക്കെ അതിലിട്ട് നോക്കിയാണ് പൊട്ടാനായ ചൂടായ എന്നുള്ളത്. അങ്ങനെ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഇത്രയും ചെയ്താൽ മതി. കാരണം ഇവിടെ ലഞ്ച് പ്രത്യേകിച്ച് ഇപ്പം തയ്യാറാക്കേണ്ട കാര്യമില്ല. കാരണം ഒരാൾക്ക് മാത്രം ലഞ്ച് കൊണ്ടുപോയാൽ മതി. അതെൻ്റെ മൂത്ത മോനാണ്. അവന് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെ മതി. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ അത് തന്നെ മതി. പ്രത്യേകിച്ച് അങ്ങനെ ചോറ് തന്നെ കിട്ടേണ്ട ആവശ്യം വരില്ല. ചിലപ്പോഴൊക്കെ ചോറ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ ഇത്രയും ജോലി ഇപ്പം ഈ സമയത്ത് ഇത്രയും ചെയ്താൽ മതി. ചിലപ്പോൾ ചോറ് കിട്ടേണ്ടി വരും. സാധാരണ രീതിയിൽ ഇത്രയും ചെയ്താൽ മതി. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 6:15 ആയപ്പോൾ തന്നെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിരുന്നു. എനിക്ക് 6:30 തൊട്ട് 6:30ക്കും 7നും ഇടയിലായിട്ടാണ് സാധാരണ എനിക്ക് കടയിൽ പോകേണ്ടത്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ജോലിയെല്ലാം തീർന്നിരിക്കണം. ഞാനൊരു കട നടത്തുന്ന ആളാണ്. എനിക്ക് ഇപ്പോൾ ഇന്ന് 7 മണിക്കൊക്കെ പോയാൽ മതി. സാധാരണ 6:30ക്കൊക്കെ പോകണം. പിന്നെ 7 മണി 7:30ക്കൊക്കെ കുറച്ച് ചില ദിവസങ്ങളിൽ വൈകിപ്പോയാൽ മതി. അത് ഉച്ചയ്ക്ക് ഒരു 12 മണി വരെ അല്ലെങ്കിൽ 1 മണി വരെ, ചിലപ്പോൾ 2 മണി വരെയൊക്കെ നീളും. അത് ലോഡ് വരുന്നതൊക്കെ അനുസരിച്ചിരിക്കും ആ സമയം. അപ്പോൾ ഇന്ന് എനിക്ക് ഏകദേശം ഒരു 12:45 ആയപ്പോഴേക്കും കടയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കാരണം നേരത്തെയൊക്കെ ലോഡ് വന്ന് ഹോൾസെയിൽ കായക്കടയാണ്. ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ 12:45 അപ്പോൾ പോരുന്ന വഴിയിൽ മൈലാഞ്ചി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ മൈലാഞ്ചി പറിച്ചത് അതാണ് ഈ കാണുന്നത്. അപ്പോൾ കർക്കിടകമല്ലേ, പിന്നെ പഴയ ഒരു നൊസ്റ്റാൾജിയാണ്. മൈലാഞ്ചിയൊക്കെ അരച്ച് പണ്ട് കാലത്തൊക്കെ ഇടുമായിരുന്നല്ലോ. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും വാങ്ങിയിട്ടല്ലേ ഇടുന്നത്. മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു മൈലാഞ്ചിയുടെ കാര്യം. അപ്പോൾ ഞാൻ കർക്കിടകത്തിൻ്റെ ഇതല്ലേ, അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം മൈലാഞ്ചി അരച്ചിടണം എന്നുള്ളൊരാഗ്രഹം. അപ്പം ഞാൻ കടയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചൂടോടെ കഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ കുറച്ച് തണുപ്പുമല്ലേ. പിന്നെ രാവിലെ എനിക്കത് തയ്യാറാക്കേണ്ട ആവശ്യവുമില്ലല്ലോ. ഞാൻ വന്നിട്ട് പെട്ടെന്ന് ചോറ് വെക്കും. കറി എന്താണെങ്കിലും ഇപ്പോൾ രാവിലത്തെ സാമ്പാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അച്ചിങ്ങാപ്പയറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി, പിന്നെ ചോറ് കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചിരുന്നു ഞാൻ ചൂട് സമയത്തും. അപ്പോൾ അതുണ്ട്. പിന്നെ പപ്പടം അത്രയും മതി, ധാരാളം. അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോറ് കുക്കറിലാണ് വയ്ക്കണത്. പിന്നെ അച്ചിങ്ങ കഴുകി വൃത്തിയാക്കി സാധാരണ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന പോലെ. അപ്പം മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലത് ചെറിയ ഉള്ളി തന്നെയാണ്. പക്ഷേ എനിക്ക് തിരക്കായതുകൊണ്ട് ഇത്തിരി സമയമില്ലാത്തതുകൊണ്ട് വിശപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടി സവാള എടുത്തത്. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇഞ്ചിയില്ല കേട്ടോ, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അത് ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അതിനകത്ത് ചതച്ച മുളകില്ല, മുളക് പൊടിയാണ് എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. കറിയെല്ലാം ഒറ്റ ട്രിപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം പപ്പടം വറുക്കുക, പിന്നെ കൊണ്ടാട്ടം, പിന്നെ അതിൽ തന്നെ നമുക്ക് അച്ചിങ്ങയും മെഴുക്ക് പുരട്ടാലോ. അപ്പോൾ ഞാൻ ആദ്യത്തെ പപ്പടം ഇട്ടപ്പോൾ എൻ്റെ സ്പീഡ് കൊണ്ടാണെന്ന് തോന്നുന്നു, അത് അത്ര അങ്ങോട്ട് പൊന്തി വന്നില്ല. അപ്പോൾ അടുത്ത പപ്പടം തുടങ്ങി ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊണ്ടാട്ടം വറുത്ത്, അത് കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടാണ് പിന്നെ ബാക്കി അച്ചിങ്ങയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് വഴറ്റിയത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് വഴറ്റി, അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, ഇത്രയും മാത്രം മതി. മുളക് പൊടിക്ക് പകരം ചതച്ച മുളക് ഉണ്ടെങ്കിൽ ചതച്ച മുളകും മുളക് പൊടിയും കൂടി ഇട്ടാൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് ചതച്ച മുളക് ഇല്ലാത്തതുകൊണ്ട് മുളക് പൊടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന അച്ചിങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വേവിക്കുക. പിന്നെ വേറെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ അതൊന്ന് റെഡിയായി കിട്ടും, അധികം സമയമൊന്നും വേണ്ട. 12:45 ഞാൻ വീട്ടിലെത്തിയത്. ഏകദേശം 1:45 കൊണ്ടെല്ലാം റെഡി ആയിട്ടാണ്. അപ്പം നമ്മുടെ ഊണ് വിളമ്പണം, ഉച്ചയൂണ്. ഞങ്ങൾ 2 പേരെ കഴിക്കാറുള്ളൂ, ഞാനും ഇളയ മോനും. അപ്പോൾ ചോറ്, സാമ്പാർ, പിന്നെ അച്ചിങ്ങ, പപ്പടം, കൊണ്ടാട്ടം. പിന്നെ ഞാൻ ഉച്ചയ്ക്കാണല്ലോ ചോറൊക്കെ വെക്കുന്നത്, അപ്പം മിക്കവാറും രാത്രിയിലത്തേക്കും അത് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ രണ്ടാമത് ചോറൊന്നും വെക്കേണ്ടി വരാറില്ല. അല്ല അപ്പോൾ വേറെ എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലും ആണെങ്കിൽ മാത്രം വൈകിട്ട് പണിയുണ്ടാവുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു കറി, ഒരു മെഴുക്കുവരട്ടി, ഒരു തോരൻ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് മാത്രം. ലഞ്ചോട് കൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്